സുന്നത്ത് നോമ്പിനോടൊപ്പം ഖളാ ആയ നോമ്പിൻ്റെ നിയ്യത്ത് കൂടെ വെക്കാൻ സാധിക്കുമോ? ഫുഖഹാക്കൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ പ്രഗൽഭ ഗ്രന്ഥമാണ് ഫതാവ ആലംഗീരി. 1-ാം വാള്യം 197-ാമത്തെ പേജിൽ കാണാം, ഇദാ നവ ഖളാ ബഅദി റമളാൻ, റമളാനിലെ ചില നോമ്പുകൾ ഖളാ വീട്ടാൻ ഒരാൾ നിയ്യത്ത് ചെയ്തു. വത്തതവ്വുഅ, സുന്നത്ത് നോമ്പിനെയും ഒരാൾ നിയ്യത്ത് ചെയ്തു. അപ്പോൾ രണ്ട് നോമ്പുകൾ ഒരുമിച്ച് നിയ്യത്ത് ചെയ്താൽ യഖഉ അൻ റമളാന ഫി ഖൗലി അബി യൂസുഫ് റഹ്മത്തുള്ളാഹ്, ഖളാ ആയ റമളാനിനെയും സുന്നത്ത് നോമ്പും ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ഖളാ ആയ നോമ്പിന്റെ നിയ്യത്ത് മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുക, ഖളാ മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. ലിഅന്നഹു അഖ്വാ, കാരണം ഈ ഖളാ ആയ നോമ്പ് എന്നത് സുന്നത്ത് നോമ്പിനേക്കാൾ ഗൗരവം കൂടിയതാണ്. ഖളാ ആയ ഫർളായ നോമ്പും സുന്നത്തായ നോമ്പും ഒരുമിച്ച് വെച്ചാൽ ഖളാ ആയ നോമ്പാണ് ലഭിക്കുക എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. റദ്ദുൽ മുഹ്താറിൽ കാണാം, ഇദാ ജമഅ ബൈന ഫർളിൻ വതതവ്വുഇൻ, ഒരാൾ ഫർള് നോമ്പിനെയും സുന്നത്ത് നോമ്പിനെയും ഒരുമിച്ച് കൂട്ടിയാൽ അഥവാ ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ഫഇന്നഹു യകൂനു മുഫ്തരിളൻ, അവൻ ഫർളിനെ മാത്രം നിറവേറ്റിയവനായി മാറുന്നതാണ്. ഇൻദഹുമാ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെയും അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായത്തിൽ ലിഖുവ്വതിഹി, കാരണം സുന്നത്തിനേക്കാൾ ഫർള് നോമ്പിന് ഖുവ്വത്ത് കൂടുതലാണ്, അതിൻ്റെ ഗൗരവം കൂടുതലാണ് എന്നതുകൊണ്ടാണ്. അതേസമയം സുന്നത്തായ രണ്ട് നോമ്പുകൾ ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ആ രണ്ട് നോമ്പുകളും ലഭിക്കും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അൽ അഷ്ബാഹു വൻ നളായിർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, വഅമ്മാ ഇദാ നവ നാഫിലത്തൈനി, ഒരാൾ സുന്നത്തായ രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ, ഏതുപോലെ കമാ ഇദാ നവ ബിറകഅത്തയിൽ ഫജ്രി, ഫജ്റിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് കൊണ്ട് അത്തഹിയ്യത വസുന്നത, തഹിയ്യത്ത് നിസ്കാരവും ഫജ്റിന്റെ മുമ്പുള്ള രണ്ട് സുന്നത്ത് നിസ്കാരവും ഇത് രണ്ടിനെയും ഒരാൾ കരുതിയാൽ അജ്സഅത് അൻഹുമാ, ആ നിയ്യത്ത് ഈ രണ്ട് നിസ്കാരങ്ങൾക്കും മതിയാവുന്നതാണ്. ഏതുപോലെ കമാ ഇദാ നവാ ഫി യൗമിൽ ഇത്നൈനി, തിങ്കളാഴ്ച ദിവസം ഒരാൾ നിയ്യത്ത് ചെയ്തു സൗമഹു അൻഹു, ആ തിങ്കളാഴ്ച ദിവസം അനുഷ്ഠിക്കേണ്ട സുന്നത്തായ നോമ്പിനെ കരുതി, വഅൻ യൗമി അറഫത, അറഫ ദിവസത്തിലെ നോമ്പും കരുതി. എപ്പോ? ഇദാ വാഫഖഹു, ഈ തിങ്കളാഴ്ച ദിവസം അറഫ ദിവസമായി വരികയും രണ്ട് സുന്നത്തായ നോമ്പുകളും ഒരുമിച്ച് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് അവന് സാധുവാകുന്നതാണ്, സുന്നത്തായ രണ്ട് നോമ്പുകളും അവന് ലഭിക്കുന്നതാണ്. അതേസമയം ഖളാ ആയ നോമ്പ് എന്നത് ഫർള് നോമ്പാണ്. ആ ഫർള് നോമ്പും സുന്നത്തായ നോമ്പും ഒരുമിച്ച് നിയ്യത്ത് വെച്ചാൽ ഫർള് മാത്രമാണ് ലഭിക്കുക, സുന്നത്ത് ലഭിക്കുകയില്ല എന്നാണ് അഹ്നാഫിന്റെ ഉലമാ പഠിപ്പിക്കുന്നത്.